Hello everyone. Diploma Revision 2021 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സെമസ്റ്റർ 4 വരുന്ന ഒരു പേപ്പറാണ് പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് 4031 ആണ് കോഡ് വരുന്നത്. അപ്പോൾ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന ഈ സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 3 പാർട്സ് ആയിട്ടാണ് വരിക. പാർട്ട് എയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പാർട്ട് ബിയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, പാർട്ട് സിയിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ഓരോ പാർട്സ് ആയിട്ട് പാർട്ട് എ ബി സി എന്നുള്ള ഓരോ പാർട്ടുകളായിട്ട് 4 മൊഡ്യൂളിലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് പാർട്ട് എ ആണ്. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കറിയാം പവർ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓരോ ഡിവൈസിന്റെയും സിമ്പല്, സ്ട്രക്ചർ, വർക്കിംഗ്, VI ക്യാര, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ അതിൽ ഒരുപാട് ഡിവൈസുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്, ഡ്രോ ദി സിമ്പൽ ഓഫ് UJT. ഓക്കെ, അപ്പൊ UJTയുടെ സിമ്പൽ വരക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ UJTയുടെ സിമ്പൽ വരുന്നത് ഇങ്ങനെയാണ്. UJTക്ക് 3 ടെർമിനൽസ് ആണ് ഉണ്ടാവുക, 2 ബേസും ഒരു എമിറ്ററും. ഓക്കെ, അപ്പോൾ ബേസ് 2, ബേസ് 1, എമിറ്റർ, ഇങ്ങനെ 3 ടെർമിനൽസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് UJTയുടെ സിമ്പൽ വരിക. ഈ എമിറ്റർ ടെർമിനൽ ഒരു സ്ലാൻഡിങ് ലൈൻ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് UJTയുടെ സിമ്പൽ വരുന്നത്. ഇതേപോലെ മോസ്ഫെറ്റ്, IGBT, SCR, ഒരുപാട് ഡിവൈസിന്റെ സിമ്പലും സ്ട്രക്ചറും പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് 1 മാർക്കിന് സിമ്പിൾ ആയിട്ട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ലാച്ചിങ് കറണ്ട് ഓഫ് SCR. എന്താണ് SCRന്റെ ലാച്ചിങ് കറണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. Latching current of SCR. Okay, latching current can be defined as it is the least amount of anode current which is necessary to supply from anode terminal to cathode terminal to activate the SCR after detaching the gate terminal. Okay, ഒരു SCR എന്ന് പറഞ്ഞാൽ എന്താണ്? SCRന് 3 ടെർമിനൽസ് ഉണ്ടാവും, ആനോഡ്, കാത്തോഡ്, ഗേറ്റ്. അതിൽ ആനോഡ് ടെർമിനലിൽ നിന്നും കാത്തോഡ് ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആനോഡ് കറണ്ട് അഥവാ ഫോർവേഡ് കറണ്ട് അതിന്റെ മിനിമം എമൗണ്ട്, ലീസ്റ്റ് എമൗണ്ട് ഓഫ് ആനോഡ് കറണ്ട്, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആനോഡ് കറണ്ടിന്റെ മിനിമം എമൗണ്ട്, ലീസ്റ്റ് എമൗണ്ട് എന്തിനു വേണ്ടിയിട്ട്? ടു ആക്ടിവേറ്റ് ദി SCR. ഒരു SCRനെ ആക്ടിവേറ്റ് ചെയ്യാൻ, ഒരു SCRനെ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആനോഡ് കറണ്ടിന്റെ മിനിമം എമൗണ്ട് ഓഫ് ആനോഡ് കറണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ലാച്ചിങ് കറണ്ട് ഓഫ് SCR. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു പോയിന്റ് വരുന്നതാണ് ഹോൾഡിംഗ് കറണ്ട് ഓഫ് SCR. SCRന്റെ VI ക്യാര എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഫയറിംഗ് ആംഗിൾ ഓഫ് SCR. ഇത് സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ ഫയറിംഗ് ആംഗിളും വേവ് ഫോമുകളൊക്കെ പഠിക്കുന്നത്. അതിൽ വരുന്നതാണ് ഫയറിംഗ് ആംഗിൾ എന്നുള്ള ഒരു ടോപ്പിക്. എന്താണ് ഫയറിംഗ് ആംഗിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഡിഫൈൻ ഫയറിംഗ് ആംഗിൾ ഓഫ് SCR. ദി ആംഗിൾ അറ്റ് വിച്ച് തൈറിസ്റ്റർ ഗേറ്റ് ഗെറ്റ്സ് ഫയർഡ് ഈസ് കാൾഡ് ഫയറിംഗ് ആംഗിൾ. ഒരു തൈറിസ്റ്റർ ഓൺ ആവണം, ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓൺ ആവാന്നാണ്. തൈറിസ്റ്റർ ഗേറ്റിന് നമ്മൾ ട്രിഗർ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? ഫയറിംഗ് ആംഗിൾ ഓഫ് SCR. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ ഫേസ് കൺട്രോൾഡ് റെക്ടിഫയർ. ഫേസ് കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആർ എ ക്ലാസ് ഓഫ് റെക്ടിഫയർ ഇൻ വിച്ച് ഡയോഡ്സ് ആർ റീപ്ലേസ്ഡ് ബൈ തൈറിസ്റ്റേഴ്സ്. റെക്ടിഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഡയോഡുകൾ ഉണ്ടായിരിക്കും. ഫേസ് കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഡയോഡ്സ് ആർ റീപ്ലേസ്ഡ്. ഡയോഡ്സ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പകരം ആര് വെച്ചിട്ടുണ്ടാവും? തൈറിസ്റ്ററിനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഡയോഡിന് പകരം ഫേസ് കൺട്രോൾ റെക്ടിഫയറിൽ തൈറിസ്റ്റർ ഉണ്ടായിരിക്കുക. ദിസ് തൈറിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ വാരിയിങ് ദി ഫയറിംഗ് ആംഗിൾ ഓഫ് SCR. ഈ ഒരു തൈറിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? SCRന്റെ ഫയറിംഗ് ആംഗിളിനെ വാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ ഒരു തൈറിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് വോൾട്ടേജ് വാരി ചെയ്യാം. Okay, this thyristor can be used to control the output voltage. എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്? ബൈ വാരിയിങ് ഫയറിംഗ് ആംഗിൾ ഓഫ് SCR. ഇത്രയാണ് ഫേസ് കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫൈൻ ചോപ്പർ. എന്താണ് ചോപ്പർ? നമ്മൾ തേർഡ് മൊഡ്യൂളിൽ വരുന്നതാണ് ചോപ്പർ. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ചോപ്പർ, അതിന്റെ കൺട്രോൾ സ്ട്രാറ്റജി, ടൈപ്സ് ഓഫ് ചോപ്പർ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിഫൈൻ ചോപ്പർ. ചോപ്പർ ഈസ് എ DC to DC കൺവേർട്ടർ ടു കൺവേർട്ട് ഫിക്സ്ഡ് DC ടു വേരിയബിൾ DC. DCനെ DCയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ചോപ്പർ. അങ്ങനെയുള്ള DC to DC കൺവേർട്ടർ ആണ് ചോപ്പർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിക്സ്ഡ് DCനെ വേരിയബിൾ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 6ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ചോപ്പർ കൺട്രോൾ സ്ട്രാറ്റജീസ്. ചോപ്പറിനെ കൺട്രോൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചോപ്പറിന്റെ കൺട്രോൾ സ്ട്രാറ്റജീസ് പറയാം. അത് വരുന്നതാണ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആൻഡ് വേരിയബിൾ ഫ്രീക്വൻസി. അപ്പൊ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി കൺട്രോളും വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോളും ആണ് ചോപ്പറിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th മൊഡ്യൂളിലെ 1 word ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലിസ്റ്റ് ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻവേർട്ടർ. 4th മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ഇൻവേർട്ടറുകൾ. അതിൽ നമ്മൾ ഇൻവേർട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻസ് ലിസ്റ്റ് ചെയ്യാൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷൻ നമുക്ക് പലതരത്തിൽ പറയാം. വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ ഉണ്ട്, കറന്റ് സോഴ്സ് ഇൻവേർട്ടർ ഉണ്ട്. പിന്നെ അതിന്റെ കണക്ഷൻ ഡയഗ്രാം അനുസരിച്ചിട്ട് നമുക്ക് അതിന് സീരീസ് ഇൻവേർട്ടർ, പാരലൽ ഇൻവേർട്ടർ അങ്ങനെ പറയാം. പിന്നെ ഇൻവേർട്ടറിന് നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ പറയാം, ഫുൾ വേവ് ഇൻവേർട്ടർ, ഹാഫ് വേവ് ഇൻവേർട്ടർ അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഏതെങ്കിലും 2 4 ഒക്കെ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നുകിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ, കറന്റ് സോഴ്സ് ഇൻവേർട്ടർ എഴുതാം, നമുക്ക് സീരീസ് പാരലൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പാൻഡ് ദി ടേം SMPS. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് SMPS. അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഓക്കെ, SMPS സ്റ്റാൻഡ്സ് ഫോർ സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഇത്രയാണ് നമ്മൾ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഓരോ മൊഡ്യൂളത്തെയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പാർട്ട് എയിൽ 8 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്തത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ വരുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും 8 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഫോളോയിങ് കറന്റ് റിലേറ്റഡ് ടു SCR. SCRുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ കറണ്ടുകൾ എന്തൊക്കെയാണെന്നുള്ള ഡിഫൈൻ ചെയ്യാനാണ്. അപ്പൊ അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിനും ചോദിക്കാം. ഹോൾഡിംഗ് കറണ്ട് എന്താണ്, ലാച്ചിങ് കറണ്ട് എന്താണ് എന്നുള്ളത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹോൾഡിംഗ് കറണ്ട്. Holding current is the minimum current required to maintain the device in the on state. Holding current of SCR is the minimum value of current below which anode current must fall to come in off state. ഒരു SCRനെ ഓൺ സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓക്കെ, ഓൺ സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട മിനിമം കറണ്ട്, അതാണ് എന്ത്? ഹോൾഡിംഗ് കറണ്ട്. ഒരു SCRനെ ഓൺ സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട മിനിമം കറണ്ട് ആണ് ഹോൾഡിംഗ് കറണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്ത് പറയാം? ഹോൾഡിംഗ് കറണ്ട് ഓഫ് SCR എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് ബിലോ വിച്ച് SCR ഫാൾസ് ഓഫ്. അതായത് മിനിമം വാല്യൂ ഓഫ് കറണ്ട് ബിലോ വിച്ച് ആനോഡ് കറണ്ട് എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് അതിന് താഴെ പോയി കഴിഞ്ഞാൽ SCR ഓഫ് ആവും. അതാണ് ഹോൾഡിംഗ് കറണ്ട്. അടുത്തത് ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ട് നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം കറണ്ട് റിക്വയർഡ് ടു കീപ് ദി SCR ടേൺഡ് ഓൺ. ഓക്കെ, SCRനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ട, ടേൺ ഓൺ ചെയ്യാൻ വേണ്ട മിനിമം കറണ്ട് ആണ് എന്ത്? ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ലാച്ചിങ് കറണ്ടിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ഹോൾഡിംഗ് കറണ്ട് വിൽ ആൾവേസ് ബി ലെസ് ദാൻ ലാച്ചിങ് കറണ്ട്. ഇത്രയാണ് ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ് ഹോൾഡിംഗ് കറണ്ട് ആൻഡ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. SCRന്റെ ഭാഗത്ത് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനും SCRന്റെ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫൈൻ കമ്മ്യൂട്ടേഷൻ ഓഫ് SCR. കമ്മ്യൂട്ടേഷൻ ഓഫ് SCR എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ആൻഡ് ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് ഓഫ് SCR. SCRന്റെ ഡിഫറെന്റ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് കമ്മ്യൂട്ടേഷൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ,
ടേൺ ഓഫ് പ്രോസസ് ഓഫ് കണ്ടക്ടിങ് SCR, അതാണ് എന്ത്, കമ്മ്യൂട്ടേഷൻ. കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു SCRനെ ടേൺ ഓഫ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് SCR. ടേൺ ഓഫ് പ്രോസസ് ഓഫ് കണ്ടക്ടിങ് SCR. ഒരു SCRനെ ടേൺ ഓഫ് ചെയ്യാൻ, കണ്ടക്ട് ചെയ്തിരിക്കുന്ന SCRനെ ഓഫ് ചെയ്യാൻ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകണം എന്നാണ് നോക്കാൻ പോകുന്നത്. Okay, to turn off a conducting SCR, following conditions must be satisfied. കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ആനോഡ് കറണ്ട് അഥവാ ഫോർവേഡ് കറണ്ട്, ആനോഡ് ഓർ ഫോർവേഡ് കറണ്ട് ഓഫ് SCR മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ടു 0 ഓർ ബിലോ ദി ലെവൽ ഓഫ് ഹോൾഡിംഗ് കറണ്ട്. SCRന്റെ ആനോഡ് കറണ്ട് അഥവാ ഹോൾഡിംഗ് ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്ന ആ കറണ്ട് എന്തിനാ നമ്മൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ടു 0യിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബിലോ ദി ലെവൽ ഓഫ് ഹോൾഡിംഗ് കറണ്ട്, ഹോൾഡിംഗ് കറണ്ടിന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ, ഹോൾഡിംഗ് കറണ്ടിനേക്കാളും താഴ്ന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എന്തിനെ കൊണ്ടുവരാം, ആനോഡ് കറണ്ടിനെ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ആനോഡ് കറണ്ട് അല്ലെങ്കിൽ ഫോർവേഡ് കറണ്ട് ഓഫ് SCRനെ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്ത് 0യിലേക്ക് കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡിംഗ് കറണ്ടിന്റെ ലെവലിനും ബിലോ ആയിട്ട് എന്ത് കൊടുക്കുക, ആനോഡ് കറണ്ട് കൊടുക്കുക. പിന്നെ അടുത്ത കണ്ടീഷൻ പറയുന്നത് സഫിഷ്യന്റ് റിവേഴ്സ് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ് അക്രോസ് ദി SCR ടു റീഗെയിൻ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. SCRന്റെ VIക്കാരെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും 3 മോഡുകളാണുള്ളത്. അതിൽ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണ് SCR ഓഫ് ആയിരിക്കുന്നത്. അപ്പോൾ സഫിഷ്യന്റ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് SCRനെ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന SCR, കണ്ടക്റ്റിംഗ് മോഡിലുള്ള SCRനെ ബ്ലോക്കിംഗ് മോഡിലേക്ക് അഥവാ ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ്. ഇനി നമ്മളോട് ഇപ്പോൾ എന്താണ് ടേൺ ഓഫ് മെത്തേഡ് അഥവാ എന്താണ് കമ്മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്നതാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആൻഡ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഇതിന്റെ ടൈപ്പാണ് വരുന്നത്. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ നോർമലി AC സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുക. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ DC സർക്യൂട്ട്സിൽ. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ AC സർക്യൂട്ടിൽ അനോഡ് കറണ്ട് 0 ആകുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യും, SCR ടേൺ ഓഫ് ആവും. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ DC ആണ്, അവിടെ 0യിലേക്ക് പോകുന്നില്ല കറണ്ട്. അപ്പം എന്താണ് അവിടെ എക്സ്റ്റേണലി നമ്മൾ സർക്യൂട്ടുകൾ യൂസ് ചെയ്തിട്ട് കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഫോഴ്സ്ഫുള്ളി ഓഫ് ചെയ്യും, കമ്മ്യൂട്ടേറ്റ് ചെയ്യും. അതിനെയാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് SCRൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഡിഫറെന്റ് റോൾസ് ഓഫ് എ ഫ്രീ വീലിംഗ് ഡയോഡ് ഇൻ എ കൺട്രോൾഡ് റെക്ടിഫയർ സർക്യൂട്ട്. ഒരു കൺട്രോൾഡ് റെക്ടിഫയർ സർക്യൂട്ടിൽ ഫ്രീ വീലിംഗ് ഡയോഡിന്റെ ഡിഫറെന്റ് റോളുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് ഫ്രീ വീലിംഗ് ഡയോഡ് എന്നുള്ളത്. അപ്പൊ ആ ഫ്രീ വീലിംഗ് ഡയോഡിന്റെ റോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഫ്രീ വീലിംഗ് ഡയോഡ് ഈസ് ആൾസോ കാൾഡ് ബൈപ്പാസ് ഓർ കമ്മ്യൂട്ടേറ്റിംഗ് ഡയോഡ്. ഫ്രീ വീലിംഗ് ഡയോഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബൈപ്പാസ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റിംഗ് ഡയോഡ്. ഓക്കെ, ലോഡ് കറണ്ട് ബിക്കം കണ്ടിന്യൂസ് ആൻഡ് ഗെറ്റ്സ് ഇംപ്രൂവ്ഡ്. അപ്പൊ അതിന്റെ റോളുകൾ, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് കണ്ടിന്യൂസ് ആകും, ഇംപ്രൂവ് ചെയ്യും. ലോഡ് കറണ്ട് കണ്ടിന്യൂസ് ആകും. ഇൻപുട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ്, ഇൻപുട്ട് പവർ ഫാക്ടറിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ലോഡ് പെർഫോമൻസ് ഇൻക്രീസ്ഡ് ആവും. പ്രൊട്ടക്ട്സ് ദി SCR ഫ്രം ഗെറ്റിംഗ് ഡാമേജ്ഡ് ബൈ എക്സസീവ് റിവേഴ്സ് വോൾട്ടേജ് ക്രിയേറ്റഡ് ബൈ ഇൻഡക്റ്റീവ് ലോഡ്. ഒരു സർക്യൂട്ടിൽ, റെക്ടിഫയർ സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്ത് വരും, റിവേഴ്സ് വോൾട്ടേജ് വരും. ആ എക്സസീവ് റിവേഴ്സ് വോൾട്ടേജിനെ SCR ഡാമേജ് ആകാതെ SCRനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ആർക്കുണ്ട്, ഫ്രീ വീലിംഗ് ഡയോഡിനുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇല്ലുസ്ട്രേറ്റ് ദി ഓപ്പറേഷൻ ഓഫ് എ ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് R ലോഡ്. നമ്മളതിൽ ഒരുപാട് റെക്ടിഫയറുകൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ബ്രിഡ്ജ് ഉണ്ട്, സെമി കൺട്രോൾ റെക്ടിഫയറുകൾ ഉണ്ട്, സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറിൽ R ലോഡിൽ വരുന്ന ഇതിന്റെ ഓപ്പറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കുക. ഹാഫ് വേവ് ആണോ ഫുൾ വേവ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ലോഡ് കൊടുത്തിട്ടുള്ളത് R ആണോ RL ആണോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം വരുന്നത് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറിന്റെ. ഇപ്പൊ സോഴ്സ് ഉണ്ടായിരിക്കും, ഒരു തൈറിസ്റ്റർ ഉണ്ടായിരിക്കും. ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറിന് ഒറ്റ തൈറിസ്റ്ററേ ഉള്ളൂ. പിന്നെ എന്തുണ്ടാവും, ലോഡ് ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലോഡ് എന്താണ്, R ആണ്, റെസിസ്റ്റർ ആണ്. അപ്പൊ ഒരു റെസിസ്റ്റീവ് ലോഡ് ഉണ്ട്. ഇനി നമ്മള് വേവ് ഫോം വരക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്, സോഴ്സ് വോൾട്ടേജ് ആണ്. നമ്മളോട് കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജ് VS ആണ് നമ്മൾ ആദ്യം വരയ്ക്കുക. അപ്പൊ AC വേവ് ഫോം വരച്ചു. ഓക്കെ, പിന്നെ അടുത്തത് വരയ്ക്കേണ്ടത് ഫയറിംഗ് പൾസസ് ആണ്. SCR നമ്മൾ പറഞ്ഞു ഫയറിംഗ് ആംഗിളിലാണ് ഒരു SCR ടേൺ ഓൺ ആവുക, ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 0 എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് അല്പം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക, ഫയറിംഗ് ആംഗിൾ മാർക്ക് ചെയ്യുക.
അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ ഒരു ഹാഫ് വേവിൽ എന്തുണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 0 എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തായിട്ട് എന്ത് മാർക്ക് ചെയ്തു, ഇവിടെ ഫയറിംഗ് പൾസ്, ഇതാണ് ഫയറിംഗ് പൾസ് മാർക്ക് ചെയ്തു. വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അടുത്ത ഫയറിംഗ് പൾസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ ഫയറിംഗ് പൾസിലാണ്, ഈ ഫയറിംഗ് ആംഗിൾ ആൽഫ എന്നുള്ള ഈ പോയിന്റിലാണ് SCR ടേൺ ഓൺ ആവുന്നത്. അപ്പൊ അവിടുന്ന് മുതലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറസ്റ്റർ എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഈ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുന്ന തൈറസ്റ്ററിന് ആൽഫ എന്നുള്ള പോയിന്റിൽ ഫയറിംഗ് പൾസ് കൊടുത്തു SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ്, സോഴ്സ് വോൾട്ടേജ് ലോഡിന് അക്രോസ് അപ്പിയർ ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് ഇതുപോലെ കിട്ടും. ഫയറിംഗ് പൾസ് കൊടുത്ത ആ പോയിന്റ് മുതൽ ആ ഒരു ഹാഫ് സൈക്കിൾ അവസാനിക്കുന്ന പൈ വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ കറണ്ട് നോക്കുക. ഇപ്പൊ റെസിസ്റ്റീവ് ലോഡ്, R ലോഡിന്റെ കേസിൽ വോൾട്ടേജും കറണ്ടും സെയിം ഇൻ ഫേസിലാണ്, ഫേസ് ചേഞ്ച് വരുന്നില്ല. അപ്പൊ വോൾട്ടേജിന്റെ വേവ് ഫോമും കറണ്ടിന്റെ വേവ് ഫോമും സെയിം ഷേപ്പ് ആയിരിക്കും ലഭിക്കുക. ഇപ്പൊ വോൾട്ടേജ് എങ്ങനെയാണോ വരച്ച് അതേപോലെ തന്നെ നമ്മൾ കറണ്ടിന്റെ വേവ് ഫോമും വരച്ചു. ഓക്കെ, ഇതിന്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, VM sin ആൽഫ, VM/R എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് വരുന്നത് പൈക്ക് ശേഷം. അപ്പൊ പൈ എന്നുള്ളതിന് ശേഷം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇതെന്താണ്, ഈ പൊളാരിറ്റി നേരെ റിവേഴ്സ് ആയി, ഇവിടെ മൈനസ് ആയി, ഇവിടെ പ്ലസ് ആയി. അപ്പോൾ ഈ ഒരു തൈറസ്റ്റർ റിവേഴ്സ് ബയസ്ഡ് ആയ തൈറസ്റ്റർ എന്ത് ചെയ്യുന്നില്ല, അവിടെ കണ്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും 0. വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ വീണ്ടും തൈറസ്റ്റർ ഫോർവേഡ് ബയസ്ഡ് ആയി. അപ്പൊ അടുത്ത ഫയറിംഗ് പൾസിൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ കറണ്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് R ലോഡ്. അതിന്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം, സർക്യൂട്ടിൽ എന്തെല്ലാം ഉണ്ടെന്ന് എഴുതണം. എന്തുണ്ട്, ഒരു തൈറസ്റ്റർ ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ലോഡ് R ഉണ്ട്, റെസിസ്റ്റീവ് ലോഡ് ഉണ്ട്. പിന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറസ്റ്റർ T എന്നുള്ളത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പൊ പക്ഷെ അണ്ടിൽ ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ. അതായത് ഈ ഇവിടുന്ന് മുതലേ തൈറസ്റ്റർ ഫോർവേഡ് ബയസ്ഡ് ആണ്. പക്ഷേ ഈ ആൽഫ എന്നുള്ള പോയിന്റിൽ ഗേറ്റ് പൾസ് കിട്ടിക്കഴിഞ്ഞാലേ അത് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ ω ആൽഫ എന്നുള്ള പോയിന്റിൽ നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്തു, തൈറസ്റ്റർ ടേൺ ഓൺ ആയി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് സപ്ലൈ ടു ലോഡ്, ഇൻപുട്ട് വോൾട്ടേജ് ലോഡിനെ ക്രോസ് നമുക്ക് ലഭിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറസ്റ്റർ റിവേഴ്സ് ബയസ്ഡ് ആണ്, ആൻഡ് ഗെറ്റ്സ് ടേൺഡ് ഓഫ്. ഇപ്പോൾ ലോഡ് റിസീവ്സ് വോൾട്ടേജ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓൺലി. ലോഡിന് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമാണ്. പിന്നെ റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കറണ്ടിന് എന്തില്ല, ഫേസ് ലാഗ് ഇല്ല വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ എന്തില്ല, ഫേസ് ലാഗ് ഇല്ല. അപ്പൊ ഇത്രയാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് R ലോഡ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് തേർഡ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് എനി 3 കമ്പാരിസൺ ബിറ്റ്വീൻ ബക്ക് ആൻഡ് ബൂസ്റ്റ് കൺവേർട്ടർ. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന 2 കൺവേർട്ടറുകളാണ് ബക്കും ബൂസ്റ്റും. രണ്ടും DC to DC കൺവേർട്ടറുകളാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ബക്ക് കൺവേർട്ടറിന്റെയും ബൂസ്റ്റ് കൺവേർട്ടറിന്റെയും കമ്പാരിസൺ ആണ്. ഏതെങ്കിലും 3 പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഒരു കൺവേർട്ടർ ആണ് ബക്ക് കൺവേർട്ടർ. ഇറ്റ് സ്റ്റെപ്പ് ഡൗൺസ് ദി ഇൻപുട്ട് വോൾട്ടേജ് ലെവൽ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെക്കാളും കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതായത് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഇൻപുട്ടിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ദി ഇൻപുട്ട് വോൾട്ടേജ്. അടുത്ത പോയിന്റ് നോക്കുക, പറഞ്ഞത് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെസ് ദാൻ, കുറവായിരിക്കും. ഇനി ബൂസ്റ്റ് കൺവേർട്ടർ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഹയർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻപുട്ടിനേക്കാളും കൂടുതലായിരിക്കും. അടുത്ത പോയിന്റ് വരുന്നത് ഇൻപുട്ട് കറന്റ് ഡിസ്കണ്ടിന്യൂസ് ഇൻ നേച്ചർ. ബക്ക് കൺവേർട്ടറിന്റെ കേസിൽ ഇൻപുട്ട് കറന്റ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ബൂസ്റ്റ് കൺവേർട്ടർ വരുമ്പോൾ ഇൻപുട്ട് കറന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബക്ക് കൺവേർട്ടറിന്റെയും ബൂസ്റ്റ് കൺവേർട്ടറിന്റെയും കമ്പാരിസൺ വരുന്നത്. ഇതിൽ ഈ ഒരു ടേബിൾ പഠിക്കുമ്പോൾ കൂടെ എന്തുകൂടെ പഠിക്കുക, ബക്ക് കൺവേർട്ടറിന്റെയും ബൂസ്റ്റ് കൺവേർട്ടറിന്റെയും സർക്യൂട്ട് ഡയഗ്രം കൂടെ പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ആണ്, തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. നമ്മുടെ ഈ പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ പ്രോബ്ലംസ് പൊതുവെ കുറവാണ്. അപ്പൊ ഇതിൽ പ്രോബ്ലം ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളത് മസ്റ്റ് ആണ്. എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് ഒരു മൊഡ്യൂൾ, ഈ തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു പ്രോബ്ലം വരും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. തേർഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് ഏകദേശം എല്ലാം ഈ ഒരു ടൈപ്പ് തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോബ്ലംസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാം.
ഓക്കെ, പ്രോബ്ലം നോക്കുക. എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 220 വോൾട്ട്. ഒരു സ്റ്റെപ്പ് അപ്പ് ചോപ്പർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് 220 വോൾട്ട്. ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് 220 ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 660 വോൾട്ട്. ഓക്കെ, ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 220 ആണ്, ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് 660 ആണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ടോട്ടൽ ടൈം പീരീഡ്. ഇഫ് ദി ടോട്ടൽ ടൈം പീരീഡ് ഓഫ് തൈറിസ്റ്റർ ചോപ്പർ ഈസ് 300 മൈക്രോ സെക്കൻഡ്. ഇതിന്റെ ഈ ഒരു ചോപ്പറിന്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 300 മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ എന്താണ് കാണാൻ പറ്റുള്ളത്? കമ്പ്യൂട്ട് ഇതിന്റെ ഡ്യൂട്ടി സൈക്കിൾ ആൽഫയും ടേൺ ഓൺ ടൈം ടി ഓണുമാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു ചോപ്പറിന്റെ രണ്ട് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ടാണ്, ടി ഓണും ടി ഓഫും. അതായത് ചോപ്പർ ഓൺ ആയിരിക്കുന്ന ടൈമാണ് ടി ഓൺ, ഓഫ് ആയിരിക്കുന്ന ടൈമാണ് ടി ഓഫ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ടൈം ടി. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ചോപ്പർ ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? കാരണം അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷനിൽ ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ശേഷം നമ്മൾ അതിന്റെ ഡാറ്റ, ഗിവൺ ഡാറ്റ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ അത് എടുത്തെഴുതുക. അപ്പൊ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ 220 വോൾട്ട് എന്ന് കൊടുത്തു. അടുത്തത് ഔട്ട്പുട്ട് വോൾട്ടേജ് 660 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. അതായത് ഇത് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. ഇനി അടുത്തത് ടോട്ടൽ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി ആണ്. ടി ഈസ് ഈക്വൽ ടു 300 മൈക്രോ സെക്കൻഡ്സ്. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻⁶. ഇനി നമ്മൾ എന്ത് കാണണം? ഇതിന്റെ ഡ്യൂട്ടി സൈക്കിൾ കാണണം. ഓക്കെ, ഇവിടെ ഡ്യൂട്ടി സൈക്കിളിനെ നമ്മൾ ഡി എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ആൻസറിൽ. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി സൈക്കിൾ കാണാൻ പറ്റുള്ളത് ആൽഫ ആണ്. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞ ഡ്യൂട്ടി സൈക്കിൾ ആൽഫ എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഡ്യൂട്ടി സൈക്കിളിനെ നമുക്ക് ഡി ആയിട്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൽഫയും ഡിയും സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമുക്ക് ഡാറ്റയിൽ തന്നിട്ടുള്ളത് ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഉണ്ട്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഡ്യൂട്ടി സൈക്കിളും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ 1 - d. ഓക്കെ, വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ഡിവൈഡ് ബൈ 1 - d. അപ്പൊ ഇതിൽ നമുക്ക് വി ഇൻ അറിയാം 220 വോൾട്ട് ആണ്, വി ഔട്ട് അറിയാം 660 വോൾട്ട് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ 1 - d നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഈ വി ഔട്ടിനെ ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ 1 - d is equal to V in by V out. 220 by 660 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.33 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇതല്ല എന്ത് ഡ്യൂട്ടി സൈക്കിൾ. നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 - d ആണ് 0.33. ഇനി ഈ 1 - d 0.33 എന്നുള്ളതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് d കണ്ടുപിടിക്കാം. d is equal to 1 - 0.33. അതെന്താണ്? 0.67. അപ്പൊ ഇവിടെ d എന്ന് പറയുന്നത് എന്താണ്? 0.67 ആണ് ഡ്യൂട്ടി സൈക്കിൾ. ഇനി നമുക്ക് അറിയേണ്ടത് ഡ്യൂട്ടി സൈക്കിളിൽ നിന്ന് നമുക്ക് കാണേണ്ടത് ടി ഓൺ ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നത്, ടേൺ ഓൺ ടൈം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഡ്യൂട്ടി സൈക്കിളിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഡ്യൂട്ടി സൈക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ടി ഓൺ ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇതാണ് ഡ്യൂട്ടി സൈക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ടി ഓൺ ഡി ഈസ് ഈക്വൽ ടു ടി ഓൺ ബൈ ടി. ഇതിൽ നമുക്ക് എന്തറിയാം? ക്യാപിറ്റൽ ടി അറിയാം. ടോട്ടൽ ടൈം പീരീഡ് 300 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഡി ഡ്യൂട്ടി സൈക്കിൾ നമ്മളോട് കണ്ടുപിടിച്ചു 0.6. അപ്പൊ ഇതിൽ നിന്നും ടി ഓൺ കണ്ടുപിടിക്കാം. ടി ഓൺ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 200 മൈക്രോ സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ വരുന്ന പ്രോബ്ലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എക്സ്പ്ലെയിൻ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നുള്ളത്. സൈനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. PWM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഓക്കെ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. A high frequency triangular carrier wave is compared with a sinusoidal reference signal. ഓക്കെ, അപ്പൊ ഒരു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 സിഗ്നലുകളാണുള്ളത്. ഒന്ന് ഒരു കാരിയർ വേവ്, അടുത്തത് എന്താണ്? റെഫറൻസ് സിഗ്നൽ. നമ്മളെ സൈനുസോയിഡൽ വേവ് ആണ് എന്ത്? റെഫറൻസ് സിഗ്നൽ. ഓക്കെ, സൈനുസോയിഡൽ വേവ് ആണ് റെഫറൻസ് സിഗ്നൽ. ട്രയാങ്കുലർ വേവ് ആണ് ഇവിടെ കാരിയർ വേവ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഒരു സൈൻ വേവ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു സൈൻ വേവ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ അതിന്റെ കൂടെ നമുക്ക് എന്ത് കാണാം? ഒരു ട്രയാങ്കുലർ വേവിനെയും കാണാൻ പറ്റും അല്ലെ? ഈ സൈൻ വേവ് ആണ് നമ്മുടെ റെഫറൻസ് വേവ് എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ട്രയാങ്കുലർ വേവ് ആണ് ഇവിടെ കാരിയർ വേവ്. ഓക്കെ, അപ്പൊ ഈ ഹൈ ഫ്രീക്വൻസി ട്രയാങ്കുലർ വേവിനെയും കൂടെയുള്ള നമ്മുടെ റെഫറൻസ് സൈനുസോയിഡൽ വേവിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പറേറ്ററിലേക്ക് കൊടുക്കും. ആ കമ്പറേറ്ററിൽ വെച്ചിട്ട് ഈ ട്രയാങ്കുലർ വേവിനെയും സൈൻ വേവിനെയും എന്ത് ചെയ്യും?
റെഫറൻസ് വേവ്, അതായത് റെഫറൻസ് സിഗ്നലിനെയും കാരിയർ സിഗ്നലിനെയും കമ്പാരേറ്ററിൽ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യും, കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ വെൻ സൈനുസോയിഡൽ വേവ് ഹാവ് ഹയർ മാഗ്നിറ്റ്യൂഡ് ദാൻ ദി ട്രയാങ്കുലർ വേവ്, കമ്പറേറ്റർ ഔട്ട്പുട്ട് ഈസ് ഹൈ, അതർവൈസ് ഇറ്റ് ഈസ് ലോ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ സൈനുസോയിഡൽ ഔട്ട്പുട്ട് ട്രയാങ്കുലർ ഔട്ട്പുട്ടിനേക്കാളും ഹൈ ആണെന്നുണ്ടെങ്കിൽ സൈനുസോയിഡൽ സൈനുസോയിഡലിന്റെ വേവിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് സൈനുസോയിഡൽ വേവും ഇവിടെ ട്രയാങ്കുലർ വേവും കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഈ ഒരു ഭാഗം നോക്കുക, ഇവിടെ നമ്മൾ ഈ ട്രയാങ്കുലർ വേവിനെയും ഇവിടെയുള്ള സൈനുസോയിഡൽ വേവിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ട്രയാങ്കുലർ വേവിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഹയർ അല്ലെ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ഒരു കേസിൽ എന്തില്ല, ഔട്ട്പുട്ട് ലോ ആണ്. നമ്മുടെ റെഫറൻസ് സിഗ്നൽ ഇപ്പൊ ഈ ഒരു കേസ് നോക്കുക, സെക്കൻഡ് ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ട്രയാങ്കുലർ വേവിനെയും സൈൻ വേവിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ വേവിന്റെ മാഗ്നിറ്റ്യൂഡാണ് കൂടുതൽ. ആ കേസിൽ അവിടെ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ട്രയാങ്കുലർ സൈൻ വേവിന്റെ ഔട്ട്പുട്ട്, റെഫറൻസ് വേവിന്റെ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് കൂടുതലാകുന്നിടത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ കമ്പറേറ്റർ ഔട്ട്പുട്ട് ഈസ് പ്രോസസ്ഡ് ഇൻ ട്രിഗർ പൾസ് ജനറേറ്റർ സോ ദാറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഓഫ് ഇൻവെർട്ടർ ഹാസ് എ പൾസ് വിഡ്ത്ത് ഇൻ എഗ്രിമെന്റ് വിത്ത് കമ്പറേറ്റർ ഔട്ട്പുട്ട് പൾസ് വിഡ്ത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു ട്രിഗർ പൾസ് ജനറേറ്ററിലൂടെ പ്രോസസ് ചെയ്യുകയാണ്. അതുവഴി നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഓഫ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന് നമുക്ക് പൾസ് വിഡ്ത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട രീതിയിൽ, അതായത് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് സൈനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഈ ഒരു വേവ് ഫോം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ഇത് വരച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ മൊഡ്യൂളിലെ 3 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ CSI ആൻഡ് VSI. CSI എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ, VSI എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. അപ്പോൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിന്റെയും വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെയും കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ VSI ആൻഡ് CSI കമ്പാരിസൺ നോക്കാം. First point, VSI is fed from a DC voltage source having small or negligible impedance. ഓക്കെ, അപ്പൊ VSI വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഫെഡ് ചെയ്യുന്നത്, അതിന് നമ്മൾ കൊടുക്കുന്നത് DC വോൾട്ടേജ് സോഴ്സ് ആണ്. ഓക്കെ, ഹാവിങ് സ്മാൾ ഓർ നെഗ്ലിജിബിൾസ്, ഒരു സ്മോൾ ഇമ്പിഡൻസ് ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഇസ് ഫെഡ് ഫ്രം എ DC സോഴ്സ് ഹാവിങ് ഹൈ ഇമ്പിഡൻസ്. ഓക്കെ, അപ്പൊ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഹൈ ഇമ്പിഡൻസ് ഉള്ള ഒരു DC സോഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കമ്പാരിസൺ നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് ഈസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആകുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ്. കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ആകുമ്പോൾ ഇൻപുട്ട് കറണ്ട് ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്. അപ്പോൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൽ ഇൻപുട്ട് കറണ്ട് ആണ് കോൺസ്റ്റന്റ് ആയിരിക്കുക. അടുത്ത പോയിന്റ്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലോഡ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലോഡ്. കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിലാവുമ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലോഡ്. ഔട്ട്പുട്ട് കറണ്ട് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അടുത്തത് നോക്കാം. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ ലോഡ് കറണ്ട് വേവ് ഫോം ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് അപ്പോൺ ലോഡ് ഇമ്പിഡൻസ്. ലോഡ് കറണ്ടിന്റെ വേവ് ഫോമും അതിന്റെ മാഗ്നിറ്റ്യൂഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ലോഡ് ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ആകുമ്പോൾ ലോഡ് വോൾട്ടേജ് വേവ് ഫോം ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് അപ്പോൺ ലോഡ് ഇമ്പിഡൻസ്. ലോഡ് വോൾട്ടേജിന്റെ വേവ് ഫോമും മാഗ്നിറ്റ്യൂഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ലോഡ് ഇമ്പിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പാർട്ട് ബിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിപ്പോ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പാർട്ട് സി നോക്കാം. പാർട്ട് സിയിൽ വരുന്നത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 7 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഏതാണോ നമുക്കറിയുന്നത് അത് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇല്ലുസ്ട്രേറ്റ് ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് IGBT. IGBT എന്ന് പറയുന്നത് ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അപ്പൊ ആ ഒരു IGBT എന്നുള്ള ഡിവൈസിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് IGBTയുടെ ഫുൾ ഫോം എന്താന്ന് നോക്കാം. IGBT സ്റ്റാൻഡ്സ് ഫോർ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ, അതാണ് IGBT. ഇതാണ് IGBTന്റെ സ്ട്രക്ചർ വരുന്നത്. 3 ടെർമിനൽസ് ആണ് IGBTക്ക് ഉണ്ടാവുക, എമിറ്റർ, ഗേറ്റ്, കളക്ടർ. ഓക്കെ, അപ്പൊ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ് IGBT. അപ്പോൾ 3 ടെർമിനൽ ആണുള്ളത്. ഈ 3 ടെർമിനലും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 3 ഡിഫറെന്റ് ലെയറുകളിലേക്കാണ്. ഓക്കെ,
പിന്നെ ടോപ്പിൽ ഒരു SiO2 ലെയർ ഉണ്ടായിരിക്കും. മെറ്റൽ ലെയർ ഓഫ് ദി ഗേറ്റ് ടെർമിനൽ ഇസ് ഇൻസുലേറ്റഡ് ഫ്രം ദി സെമി കണ്ടക്ടേഴ്സ് ബൈ എ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ഈ ഗേറ്റ് ടെർമിനലിന്റെ ഇവിടെ എന്തുണ്ട്, നമ്മളൊരു SiO2 ലെയർ വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, കളക്ടറിന്റെ അവിടെ P+ സബ്സ്ട്രേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു N- റീജിയൻ ഉണ്ടായിരിക്കും. വീണ്ടും 2 P റീജിയൻസ് ഉണ്ടാവും. ആ P റീജിയൻസിന്റെ ഉള്ളിലായിട്ട് വീണ്ടും 2 N+ റീജിയൻസ് രണ്ടിടത്തും ഉണ്ടാവും. അപ്പൊ ഈ ഓരോ PN ജംഗ്ഷനിലും നമ്മൾ ഓരോ ജംഗ്ഷൻസ് മാർക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഇതാണ് J1 എന്നുള്ള ജംഗ്ഷൻ, പിന്നെ ഇവിടെ J2 എന്നുള്ള ജംഗ്ഷൻ വരും, പിന്നെ J3 എന്നുള്ള ജംഗ്ഷൻ വരും. ഓക്കെ, ഈ ഓരോ റീജിയനും നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലെയറിനെ P+ സബ്സ്ട്രേറ്റ് ലെയറിനെ നമ്മൾ ഇഞ്ചക്ഷൻ ലെയർ അഥവാ ഇഞ്ചക്ടർ ലെയർ എന്ന് വിളിക്കും. ഈ N- ഉള്ള ഈ ഒരു ലെയറിനെ നമ്മൾ ഡ്രിഫ്റ്റ് റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? കൺസിഡർ ദി വോൾട്ടേജ് സോഴ്സ് VCC കണക്റ്റഡ് അക്രോസ് ദി എമിറ്റർ ആൻഡ് കളക്ടർ ആൻഡ് ഗേറ്റ് വോൾട്ടേജ് VGS = 0. ഓക്കെ, അപ്പോൾ ഈ എമിറ്റർ ടെർമിനലും ഈ കളക്ടർ ടെർമിനലും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ എമിറ്റർ ടെർമിനലിന്റെ കളക്ടർ ടെർമിനലിന്റെയും ഇടയിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുകയാണ്. അതാണ് എന്ത്? VCC. ആ ടൈമിൽ VGS, ഗേറ്റിന് അവിടെയുള്ള VGS എന്നുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ഡ്യൂ ടു ദി വോൾട്ടേജ് സോഴ്സ് VCC, ജംഗ്ഷൻ J1 വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്, ജംഗ്ഷൻ J2 വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അപ്പൊ J1 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും, J2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ VCC എന്നുള്ള ഈ ഒരു വോൾട്ടേജ് എമിറ്ററിന്റെയും കളക്ടറിന്റെയും ഇടയിൽ കൊടുക്കുമ്പോൾ ജംഗ്ഷൻ J1 എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആവും. J2 എന്നുള്ളത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല ഡിവൈസിൽ. Since J2 is reverse bias, there will not be any current flow inside IGBT. Okay. When gate voltage is applied, നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. When gate voltage is applied, a region of negatively charged carriers is induced in the upper P region. Okay. അപ്പം ഇവിടെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ്, ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഈ ഒരു P റീജിയനിൽ, ഇവിടെയുള്ള ഈ ഒരു P റീജിയനിൽ എന്ത് ഫോം ചെയ്യും? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കാരിയേഴ്സ്, അതായത് ഇലക്ട്രോൺസിന്റെ ഒരു ലെയർ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഗേറ്റിന് നമ്മൾ പോസിറ്റീവ് പൾസ് കൊടുക്കുന്നതോടുകൂടി ഈ N- റീജിയനിലുള്ളയും ഈ N+ റീജിയനിലുള്ളയും ഒക്കെ ഇലക്ട്രോൺസ്, ഈ റീജിയനിലൊക്കെയുള്ള ഇലക്ട്രോൺസ് ഈ ഭാഗത്തേക്ക് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ഈ ഒരു P റീജിയനിൽ നമുക്ക് എന്ത് ഫോം ചെയ്യും? ഇലക്ട്രോണിന്റെ ഒരു ലെയർ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിൽ അതാണ് പറയുന്നത്. Now electrons from N+ region move to N- region through the N channel. അപ്പോൾ അവിടെ ഇലക്ട്രോൺസിന്റെ എന്താണ് ഫോം ചെയ്യുന്നത്? അപ്പർ P റീജിയനിൽ ഇലക്ട്രോണിന്റെ ഒരു N ചാനൽ ഫോം ചെയ്യും. ആ N ചാനൽ ഫോം ചെയ്യുന്നതോടുകൂടി N+ റീജിയനിൽ നിന്നുള്ള ഇലക്ട്രോൺസ് N- റീജിയനിലേക്ക് ഈ ഒരു പാത്തിലൂടെ മൂവ് ചെയ്യും. ആ ഒരു N ചാനലിലൂടെ മൂവ് ചെയ്യും. Holes are injected from P+ region to N- region due to positive voltage. അപ്പോൾ ഈ കളക്ടറിൽ നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് വോൾട്ടേജ് കാരണം ഈ P റീജിയൻ, P+ സബ്സ്ട്രേറ്റിലുള്ള ഹോൾസ് എല്ലാം എങ്ങോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്യും? ഈ N- റീജിയനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് N+ എന്ന് വരുന്ന ഈ ഒരു റീജിയനിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസും ഈ ഒരു ഭാഗത്ത് നിന്ന് ഹോൾസും കൂടെ ഈ ഒരു ഭാഗത്ത് എന്താവും? ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസിന്റെ എമൗണ്ട് കൂടും. ഓക്കെ, ഈ ഡ്രിഫ്റ്റ് റീജിയനിൽ എന്ത് ചെയ്യും? ഹോൾസും ഇലക്ട്രോൺസിന്റെയും മൂവ്മെന്റ് കൂടും. അതുവഴി ഡിവൈസിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. IGBT കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ടേൺ ഓൺ ആവും. അപ്പൊ എന്താണ് വർക്കിംഗ് പറഞ്ഞത്? ആദ്യത്തെ കേസിൽ പറഞ്ഞത് നമ്മൾ എമിറ്ററിനെയും കളക്ടറിന്റെ VCC വോൾട്ടേജ് കൊടുത്തു. ആ ഒരു ടൈമിൽ ഗേറ്റിന് കൊടുക്കുന്ന വോൾട്ടേജ് 0 ആണ്. അപ്പൊ ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അത് കാരണം ഇവിടെ എന്തില്ല? ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഇല്ല. അതുപോലെ തന്നെ കറണ്ട് ഫ്ലോ ഇല്ല. പിന്നെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗേറ്റിന് താഴെയുള്ള ഈ ഒരു P റീജിയനിലേക്ക് ഇലക്ട്രോൺസ് വരികയും അവിടെ ഒരു N ചാനൽ, ഒരു ഇലക്ട്രോണിന്റെ ചാനൽ ഫോം ചെയ്യും. അതിലൂടെ N+ നിന്ന് ഇലക്ട്രോൺസ് N- റീജിയനിലേക്കും, അതുപോലെ ഇവിടെ കൊടുത്ത പോസിറ്റീവ് വോൾട്ടേജ്, കളക്ടറിൽ കൊടുത്ത പോസിറ്റീവ് വോൾട്ടേജ് കാരണം P+ നിന്ന് ഹോൾസും N- റീജിയനിലേക്ക് വരും. ഈ ഒരു റീജിയനിൽ എന്തുണ്ടാവും? ചാർജ് കാരിയേഴ്സ് എമൗണ്ട് കൂടും. അതുവഴി കണ്ടക്ടിവിറ്റി കൂടും, ഡിവൈസ് ഓൺ ആവും. അപ്പൊ ഇത്രയാണ് IGBTന്റെ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR. SCRന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് SCRന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതാണ് ഒരു SCRന്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു SCR എന്ന് പറയുമ്പോൾ P ടൈപ്പ് മെറ്റീരിയലും N ടൈപ്പ് മെറ്റീരിയലും വെച്ചിട്ട് 4 ലെയറുകളായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ P-N P-N ഇങ്ങനെ 4 ലെയറുകളിലുള്ള ഒരു സ്ട്രക്ചറാണ് SCR എന്ന് പറയുന്നത്.
പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ഇതിൽ ഓരോ പി എൻ ജംഗ്ഷന്റെ ഇടയിൽ, ഇപ്പൊ ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട്, വീണ്ടും ഇവിടെ വരണുണ്ട്. അപ്പൊ ഓരോ പി എൻ ജംഗ്ഷന്റെ ഇടയിലും ഓരോ ജംഗ്ഷൻസ്, പി എൻ മെറ്റീരിയൽസിന്റെ ഇടയിൽ ഓരോ ജംഗ്ഷൻ ഫോം ചെയ്യും. അത് നമ്മൾ J1, J2, J3 എന്ന് മാർക്ക് ചെയ്തു. 3 ടെർമിനൽസ് ആണ് SCR ഉണ്ടാവുക: ആനോഡ്, കാത്തോഡ്, ഗേറ്റ്. ഇനി നമ്മൾ ഇതിന്റെ VI ക്യാര നോക്കാം. ഈ ഒരു SCRന് 3 മോഡ്സ് ഓഫ് വർക്കിംഗ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് കണ്ടക്ടിങ് മോഡ്, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഇതിൽ കണ്ടക്ടിങ് മോഡിലായിരിക്കും SCR കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം നോക്കുക ഈ ഒരു ഭാഗം, ഇതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആനോഡിന് പോസിറ്റീവും കാത്തോഡിന് നെഗറ്റീവും വോൾട്ടേജ് കൊടുത്തു. ആനോഡ് പോസിറ്റീവും കാത്തോഡ് നെഗറ്റീവും ആകുമ്പോൾ ഈ J1 എന്നുള്ള ജംഗ്ഷനും J3 എന്നുള്ള ജംഗ്ഷനും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, ഈ J2 എന്നുള്ള ജംഗ്ഷൻ എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആവും. J1ഉം J3യും ഫോർവേഡ് ബയാസ്ഡ് ആവും, J2 റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് SCR ഒരു ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. പക്ഷെ ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഡിവൈസിലൂടെ ഫ്ലോ ചെയ്യും. അതാണ് നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ലീക്കേജ് കറണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീക്കേജ് കറണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഫോർവേഡ് ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കും. ഈ പോയിന്റ്സ് നോക്കുക. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അപ്പൊ ആനോഡ് ടെർമിനൽ പോസിറ്റീവ് ആണ്, കാത്തോഡ് നെഗറ്റീവ് ആണ്, ഗേറ്റ് ടെർമിനൽ ഓപ്പൺ ആണ്. അപ്പൊ ജംഗ്ഷൻ J1 ആൻഡ് J3 ഫോർവേഡ് ബയസ്ഡ് ആണ്, J2 റിവേഴ്സ് ബയസ്ഡ് ആണ്. ഫിഗർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ വോൾട്ടേജ് അക്രോസ് ദി SCR മോർ ദാൻ ബ്രേക്ക് ഓവർ വോൾട്ടേജ്. SCR എന്ത് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു വോൾട്ടേജ് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാളും കൂടിയാൽ മാത്രമേ SCR കണ്ടക്ട് ചെയ്യുള്ളൂ. അതുവരെ അത് ബ്ലോക്കിംഗ് മോഡിലായിരിക്കും. പിന്നെ സ്മാൾ കറന്റ് ഫ്ലോസ്, ഒരു സ്മോൾ ലീക്കേജ് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. പിന്നെ SCR ഓഫർ ഹൈ റെസിസ്റ്റൻസ് ടു ദി കറണ്ട് ഫ്ലോ. അവിടെ അപ്പൊ എന്തുണ്ടാവും? റെസിസ്റ്റൻസ്, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ SCR ഒരു ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും, ആക്ട് ആസ് ഓപ്പൺ സ്വിച്ച്. ഇനി അടുത്ത മോഡ് പറയുന്നത് ഫോർവേഡ് കണ്ടക്ടിങ് മോഡാണ്. ഓക്കെ, ഫോർവേഡ് കണ്ടക്ടിങ് മോഡ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ. ഫോർവേഡ് കണ്ടക്ടിങ് മോഡിൽ എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, SCR കംസ് ഇൻ ടു കണ്ടക്ഷൻ മോഡ് ഫ്രം ബ്ലോക്കിംഗ് മോഡ്. ഇപ്പൊ കണ്ടക്ടിങ് മോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് SCR എങ്ങോട്ടേക്ക് വരികയാണ്? ഈ ഒരു കണ്ടക്ഷൻ മോഡിലേക്ക് വരികയാണ്. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടി വരിക എന്നാണ് അടുത്തത്. ഓക്കെ, 2 വേസിൽ ചെയ്യാം. ക്യാൻ ബി ഡൺ ബൈ 2 വേസ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? അപ്ലൈങ് പോസിറ്റീവ് പൾസ് ടു ഗേറ്റ് ടെർമിനൽ. ഒന്നെങ്കിൽ നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. എവിടെ? SCRന്റെ ഗേറ്റ് ടെർമിനൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് ബിയോണ്ട് ബ്രേക്ക് ഓവർ വോൾട്ടേജിലേക്ക് എത്തിക്കാം. അപ്പൊ SCR എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അതായത് ഈ ഒരു SCRൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഗേറ്റ് ടെർമിനലിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാം, ഗേറ്റ് ടെർമിനലിൽ പോസിറ്റീവ് പൾസ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോർവേഡ് വോൾട്ടേജ്, ആനോഡ് പോസിറ്റീവ് കാത്തോഡ് നെഗറ്റീവ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ആ ഫോർവേഡ് വോൾട്ടേജ് എന്താവണം? ഗ്രേറ്റർ ദാൻ VBO. ഈ VBO എന്നുള്ള വോൾട്ടേജിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ജംഗ്ഷൻ J2, ഈ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻ J2ൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതുവഴി SCR എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അപ്പൊ SCR എന്തായിട്ട് ആക്ട് ചെയ്യും? ജംഗ്ഷൻ J2 ബ്രേക്ക് ഡൗൺ ചെയ്യും. SCR ടേൺസ് ഇൻ ടു കണ്ടക്ഷൻ മോഡ്. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. SCR ആക്ട് ആസ് ക്ലോസ്ഡ് സ്വിച്ച്. അത് കണ്ടക്ഷൻ മോഡിലേക്ക് പോയി. ഇനി അടുത്തത് പറയുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ്. ഇതാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. അതായത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ ആനോഡ് പോസിറ്റീവ് കാത്തോഡ് നെഗറ്റീവ് ആണ്, അത് നേരെ തിരിച്ചെഴുതുക. അപ്പൊ ഇവിടെ കാത്തോഡ് പോസിറ്റീവ് ആയിരിക്കും, ആനോഡ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ആനോഡ് നെഗറ്റീവ്, കാത്തോഡ് പോസിറ്റീവ്. അപ്പൊ ഈ കേസിൽ എന്താണ്? നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ J1ഉം J3യും ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നു, J2 റിവേഴ്സ് ബയസ്ഡ് ആയിരുന്നു. ഇവിടെ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ആകുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ J3യും J1ഉം എന്താവും? ഫോർവേഡ് ബയസ്ഡ് ആവും. J3 ആൻഡ് J1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, J2 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, കാത്തോഡ് ഈസ് മെയ്ഡ് പോസിറ്റീവ്, കാത്തോഡ് പോസിറ്റീവ് ആയി. J1 ആൻഡ് J3 റിവേഴ്സ് ബയസ്ഡ് ആയി, J2 ഫോർവേഡ് ബയസ്ഡ് ആയി. ഡിവൈസിലൂടെ ഒരു ചെറിയ സ്മോൾ ലീക്കേജ് കറണ്ട് ഡിവൈസിലൂടെ ഫ്ലോ ചെയ്യും. So the device offer high impedance in this mode until the voltage applied is less than reverse breakdown voltage of the SCR. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഹൈ ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യും ഈ ഡിവൈസ്. ഏതുവരെ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഈ VBR എത്തുന്നത് വരെ. ഈ VBR എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത്? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് ഇസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് VBR. നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് VBRനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ J1 J3 ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും? അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. J1
ആൻഡ് J1 J3 ജംഗ്ഷൻസിൽ ബ്രേക്ക് ഡൗൺ നടക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ഇവിടെ എന്തുണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും ത്രൂ ദി ഇൻക്രീസ്ഡ് റിവേഴ്സ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ച് ബ്രേക്ക് ഡൗൺ നടന്നു കഴിയുമ്പോൾ വീണ്ടും ഇവിടെ എന്തുണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും ത്രൂ ദി ഡിവൈസ്. അപ്പൊ ഇത്രയാണ് SCRന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Draw the output waveform of a full wave bridge control rectifier with RL load for the following conditions. Output waveform of full wave bridge control rectifierന്റെ വിത്ത് RL ലോഡ്, അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. വിത്തൗട്ട് ഫ്രീ വീലിംഗ്, രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. വിത്തൗട്ട് ഫ്രീ വീലിംഗ് ഡയോഡും വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സർക്യൂട്ട് നോക്കാം. ഇതാണ് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് കൺട്രോൾ റെക്ടിഫയറിന്റെ സർക്യൂട്ട്. ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ലാത്ത, വിത്തൗട്ട് ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ലാത്ത ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് കൺട്രോൾ റെക്ടിഫയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ വേവ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഹാഫ് വേവ് പറഞ്ഞു അല്ലെ, ഹാഫ് വേവ് റെക്ടിഫയറിന് ഒറ്റ തൈറസ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അവിടെ 4 തൈറസ്റ്ററുകൾ ഉണ്ടാവും. T1, T2, T3, T4 അങ്ങനെ 4 തൈറസ്റ്ററുകൾ ഉണ്ടാവും. ഒരു സോഴ്സ് ഉണ്ടാവും. ലോഡ് RL ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ടറും റെസിസ്റ്ററും ഒരു ലോഡ് വരച്ചു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിത്തൗട്ട് ഫ്രീ വീലിംഗ് ഡയോഡാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിന് ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ല, ഉള്ളത് 4 തൈറസ്റ്ററും ലോഡുമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് വരക്കണം, സോഴ്സ് വോൾട്ടേജ് VS വരക്കണം. അപ്പൊ നമ്മൾ സോഴ്സ് വോൾട്ടേജ് VS വരച്ചു. പിന്നെ അതിന്റെ ഗേറ്റ് പൾസ് ആണ് വരക്കുന്നത്. അപ്പൊ ഇവിടെ 4 തൈറസ്റ്ററുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ T1, T2 തൈറസ്റ്റർ 1ന്റെയും 2ന്റെയും ഗേറ്റ് പൾസ് ആദ്യം, അതിന്റെ താഴെ തൈറസ്റ്റർ 3ന്റെയും 4ന്റെയും ഗേറ്റ് പൾസ്, ഇങ്ങനെയാണ് വരക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഗേറ്റ് പൾസുകൾ മാർക്ക് ചെയ്തു. പോസിറ്റീവില്, ഇവിടെ നെഗറ്റീവില് ഗേറ്റ് പൾസ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഔട്ട്പുട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ 0 മുതൽ പൈ വരെയുള്ള ഈ ഒരു കണ്ടീഷനിൽ T1 ആൻഡ് T2 ഈ രണ്ടെണ്ണം എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. പക്ഷെ അത് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ആൽഫ എന്നുള്ള ഈ ഒരു പോയിന്റിൽ ഗേറ്റ് പൾസ് കിട്ടുമ്പോഴാണ് കണ്ടക്ട് ചെയ്യുക, ഫയറിംഗ് പൾസ് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ ആൽഫ എന്നുള്ള ഈ ഒരു പോയിന്റ് മുതൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ലോഡിന് അക്രോസ് വോൾട്ടേജ് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് മുതൽ എവിടം വരെ, പൈ വരെ, ആൽഫ മുതൽ പൈ വരെ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡിന് അക്രോസ് ഉണ്ടാവും. ആ ഒരു ടൈമിൽ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ പൈ എത്തിക്കഴിയുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഡക്ടറിൽ എനർജി എന്ത് ചെയ്യാൻ തുടങ്ങും, റിലീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇൻഡക്ടറിൽ എനർജി റിലീസ് ചെയ്യും. അപ്പൊ കറണ്ടിന്റെ പാത്ത് ഇങ്ങനെ വരിക, കറണ്ടിന്റെ വേവ് ഫോം എന്ന് പറയുമ്പോൾ ആ 0 മുതൽ പൈ വരെ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻഡക്ടറിന്റെ അവിടെ സർക്യൂട്ട് കറണ്ട് സ്ലോലി ഇൻക്രീസ് ചെയ്ത് പൈ എന്ന് പറയുമ്പോൾ മാക്സിമത്തിലെത്തി, കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി, അതായത് ഇൻഡക്ടർ ഇവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പൈക്ക് ശേഷം എന്താണ്, ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യുക. അതാണ് നമ്മൾ ഈ നെഗറ്റീവിലേക്ക് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് പോർഷൻ പാത്തിലേക്ക് ഔട്ട്പുട്ട് പോകും. ആ ഒരു ഭാഗത്ത് ഇവിടെ കറണ്ട് എന്താണ്, ഡിക്രീസ് ചെയ്യാണ് സ്ലോലി. പിന്നെ ഈ പൈ പ്ലസ് ആൽഫ എന്നുള്ള ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ വീണ്ടും അടുത്ത ഗേറ്റ് പൾസ് കിട്ടി, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഗേറ്റ് പൾസ് കിട്ടി. അപ്പൊ വീണ്ടും എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അപ്പൊ ആ ഗേറ്റ് പൾസ് കിട്ടുന്നതോടുകൂടി ഇവിടെ എന്തുണ്ട്, നമുക്ക് ഈ ഒരു ആ പോയിന്റ് മുതൽ, ഗേറ്റ് പൾസ് കൊടുത്ത പോയിന്റ് മുതൽ ഔട്ട്പുട്ട് കിട്ടും. ഏതുവരെ, 2π വരെ. ഈ ഒരു പോയിന്റിന് വരെ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും. ഇതിനുശേഷം ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യും. അത് എന്താണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഫോളോ ചെയ്യും. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോഴ്സ്, ഗേറ്റ് പൾസ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ എന്താണ്, നമ്മളെ കറണ്ട് പതുക്കെ ഇൻക്രീസ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ T1 T2 ഓഫ് ആവുന്നുണ്ട്. പക്ഷെ എന്തില്ല, കറണ്ട് അവിടെ 0 ആവുന്നില്ല. കാരണം കറണ്ട് ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്ത എനർജി ഇൻഡക്ടർ ഈ ഭാഗത്ത് റിലീസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് മുമ്പ് എന്ത് ചെയ്യും, നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ് നേരെ നെഗറ്റീവ് വോൾട്ടേജ് വേവിനെ ഫോളോ ചെയ്യും. ഓക്കെ, ഇത്രയാണ് വിത്തൗട്ട് ഫ്രീ വീലിംഗ് ഡയോഡിലുള്ള ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് RL ലോഡ് വരുന്നത്. ഇനി നമുക്ക് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് വരുമ്പോൾ എന്ത് ചേഞ്ചാ വരുന്നത് നോക്കാം. സെയിം സർക്യൂട്ട് തന്നെയാണ് വരിക, പകരം ചേഞ്ച് വരുന്നത് എന്താണ്, സെയിം സർക്യൂട്ട് തന്നെയാണ്. RL ലോഡിന് അക്രോസ് ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് വരും. ഓക്കെ, RL ലോഡിന് അക്രോസ് നമ്മളൊരു ഫ്രീ വീലിംഗ് ഡയോഡ് കണക്ട് ചെയ്യും. അതാണ് ചേഞ്ച് വരുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ സോഴ്സ് വോൾട്ടേജ് വരയ്ക്കുക, ഗേറ്റുകൾ വരയ്ക്കുക, ഗേറ്റ് പൾസ് വരയ്ക്കുക. ഡിഫറൻസ് വരുന്നത് ഈ ഒരു വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോമിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആൽഫ എന്നുള്ള പോയിന്റ് നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്തു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, തൈറസ്റ്റർ ട്രിഗർ ചെയ്യുന്നത്, ഓൺ ആവുന്നത്. അപ്പൊ ആ ഒരു ആൽഫ എന്നുള്ള ആ ഒരു പോയിന്റ് മുതൽ പൈ വരെ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡിന് അക്രോസ് അപ്പിയർ ചെയ്യും. അപ്പൊ ലോഡിന് അക്രോസ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും വേവ് ഫോം വരിക. പൈ ആൽഫ മുതൽ പൈ വരെ ഇങ്ങനെ ഔട്ട്പുട്ട് വരും. ഈ പൈ മുതൽ പൈ പ്ലസ് ആൽഫ വരെയുള്ള ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, ഈ ആൽഫ ടു പൈ എന്നുള്ള ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്തിരുന്നു. ആ ഒരു സ്റ്റോർ ചെയ്ത എനർജി ഈ പൈ എന്നുള്ള പോയിന്റിന് ശേഷം റിലീസ് ചെയ്യും. ഏതിലൂടെ റിലീസ് ചെയ്യും, ഫ്രീ വീലിംഗ് ഡയോഡിലൂടെ റിലീസ് ചെയ്യും.
ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രീ വീലിംഗ് ഡയോഡിലൂടെ റിലീസ് ചെയ്തു. അപ്പോഴേക്ക് ഏതുവരെ പൈ മുതൽ പൈ പ്ലസ് ആൽഫ വരെ. അപ്പൊ കറണ്ടിന്റെ വേവ് ഫോം നോക്കുക. ഫസ്റ്റത്തെ കേസിൽ T1ഉം T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ T1ഉം T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക. T1 അതിന്റെ T2 കണ്ടക്ട് ചെയ്തു. ആ ടൈമിൽ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്തു. പിന്നെ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യണം ഇതിലൂടെ, ഫ്രീ വീലിംഗ് ഡയോഡിലൂടെ. അപ്പൊ അവിടെ ആര് കണ്ടക്ട് ചെയ്യും? ഫ്രീ വീലിംഗ് ഡയോഡാണ് ഈ പോർഷനിൽ കണ്ടക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പോർഷനിൽ T1 T2 കണ്ടക്ട് ചെയ്യുമ്പോൾ കറണ്ട് സ്ലോലി ഇൻക്രീസ് ചെയ്യും. ഫ്രീ വീലിംഗ് ഡയോഡ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ പൈ അതിന് ശേഷം എന്തുണ്ടാവും? ഫ്രീ വീലിംഗ് ഡയോഡിലൂടെ ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യും. വീണ്ടും അടുത്ത ഹാഫ് സൈക്കിളിൽ T3 T4 ആണ് കണ്ടക്ട് ചെയ്യുക. വീണ്ടും ഫ്രീ വീലിംഗ് ഡയോഡ് എനർജി ഇൻഡക്ടറിൽ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡിലൂടെ സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ഭാഗത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ T1 T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ T3 T4 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ള സർക്യൂട്ടിന്റെ വേവ് ഫോം വരുന്നത്. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും. ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ലാത്ത സർക്യൂട്ടിന്റെയും എല്ലാ സർക്യൂട്ടിന്റെയും വേവ് ഫോമും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് പാർട്ടിലേക്ക് പോകും. ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ളത്തോളം എന്തുണ്ടാവില്ല, നെഗറ്റീവ് പാത്തിലേക്ക് വേവ് ഫോമിന് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് തേർഡ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സമ്മറൈസ് ഡിഫറെന്റ് കൺട്രോൾ മെത്തേഡ്സ് ഓഫ് എ DC ചോപ്പർ. ഒരു DC ചോപ്പറിന്റെ ഡിഫറെന്റ് കൺട്രോൾ മെത്തേഡുകൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോൾ മെത്തേഡുകൾ. അതിൽ വരുന്ന 2 ഉള്ളത്. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി കൺട്രോളും വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോളും. ആദ്യം നമുക്ക് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി കൺട്രോൾ അഥവാ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി സിസ്റ്റം നോക്കാം. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്, അതായത് ഫിക്സ്ഡ് ആണ്. അപ്പൊ F = 1/T എന്നാണല്ലോ. അപ്പൊ അതിനർത്ഥം ഫ്രീക്വൻസി ഫിക്സ്ഡ് ആണ്, ടൈം പീരീഡും ഫിക്സ്ഡ് ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ എന്തിനെയാണ് വേരി ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യേണ്ടത് ഡി എന്നുള്ള ഡ്യൂട്ടി സൈക്കിളിനെ നമ്മൾ വേരി ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ നമ്മൾ ചോപ്പിംഗ് ഫ്രീക്വൻസി അഥവാ ടൈം പീരീഡ് ഫിക്സ്ഡ് ആണ്, അത് വേരി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? T-ON വേരി ചെയ്യും. ഓക്കെ, T-ON വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡി എന്നുള്ള നമ്മുടെ ഡ്യൂട്ടി സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ T ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. അതേ ടൈം പീരീഡ് ആണ് എവിടെയും വരുന്നത്, ഈ ഒരു ഭാഗത്തും വരുന്നത്. കാരണം നമ്മുടെ ഫ്രീക്വൻസി ഇതുവരെ ടൈം പീരീഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്. പക്ഷെ ആരാണ് വാരി ചെയ്യുന്നത്? T-ON ഇവിടെ വാരി ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്തത് വരുന്നതാണ് വേരിയബിൾ ഫ്രീക്വൻസി സിസ്റ്റം. ഓക്കെ, പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഫ്രീക്വൻസി വാരി ചെയ്യും. ഇവിടെ ചോപ്പിംഗ് പീരീഡ് T എന്ന് പറയുന്നത് എന്താണ്? വാരി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ T എന്നുള്ളത് വാരി ചെയ്യുന്നത് either T-ON or T-OFF is fixed. ഇതിൽ T-ON അല്ലെങ്കിൽ T-OFF ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഫിക്സ് ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ ചോപ്പിംഗ് പീരീഡ് T വാരി ചെയ്യും. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ കേസിൽ നോക്കാം, ഇത്രയും വരുന്നുണ്ട് നമ്മൾ ചോപ്പിംഗ് പീരീഡ് അല്ലെ, T-ON-ഉം T-OFF-ഉം ഉള്ള. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ്? T-ON-നെ അതേപോലെ കോൺസ്റ്റന്റ് ആയി നിർത്തി. T-ON ഇതേ ലൈൻ തന്നെ കോൺസ്റ്റന്റ് ആയി നിന്നിട്ട് T-OFF-നെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. അപ്പൊ അതുവഴി നമുക്ക് എന്തുണ്ടായി? ഇതിലുള്ള ക്യാപിറ്റൽ T എന്നുള്ള നമ്മുടെ ചോപ്പിംഗ് പീരീഡ് ഇവിടെ വന്നപ്പോൾ എന്തായി? റെഡ്യൂസ്ഡ് ആയി. ഓക്കെ, ഇത്രയാണ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആൻഡ് വേരിയബിൾസ് ഫ്രീക്വൻസി കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UPS വിത്ത് ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഇതിൽ 3 ടൈപ്പ് UPSകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. UPS എന്ന് പറയുന്നത് അൺഇന്ററപ്റ്റബിൾ പവർ സപ്ലൈ. ഓക്കെ, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ, അതാണ് UPS എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് 3 ടൈപ്പുകളാണുള്ളത്. ഓൺലൈൻ UPS, ഓഫ്ലൈൻ UPS, ലൈൻ ഇന്ററാക്റ്റീവ് UPS. 3ഉം കൂടെ ഒരുമിച്ച് ചോദിക്കുക, ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇതിലെ 3 കൂടെ കൊടുത്തു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ വിത്ത് ബ്ലോക്ക് ഡയഗ്രാം ആണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് കൊണ്ട് വരുന്നത് ഓഫ്ലൈൻ UPS. ഓക്കെ, ഓഫ്ലൈൻ UPS എന്ന് പറയുന്ന വേറെ പേരാണ് സ്റ്റാൻഡ് ബൈ UPS. അപ്പൊ ഈ ഒരു UPS എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫിഗർ നോക്കുക. ഒരു ബാറ്ററി ഉണ്ടാവും, റെക്ടിഫയർ ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, ഒരു LPF ഫിൽട്ടർ ഉണ്ട്, ഒരു സർജ് സപ്രസർ, ട്രാൻസ്ഫർ സ്വിച്ച്, ഇത്ര ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് കൺസിസ്റ്റ് ഓഫ് ഇൻവെർട്ടർ, സ്റ്റാറ്റിക് സ്വിച്ച്, LPF.
പിന്നെ ഒരു സർജ് സപ്രസർ, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും. ഇത് സ്റ്റാൻഡ് ബൈ UPS എന്ന് പറയുമ്പോൾ, അഥവാ ഓഫ്ലൈൻ UPS എന്ന് പറയുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ, വിത്ത് ദി സ്വിച്ച് അറേഞ്ച്മെന്റ് സെലക്ട് AC ഇൻപുട്ട് ആസ് പ്രൈമറി പവർ സോഴ്സ്. അവിടെ ഒരു സ്വിച്ച് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ മീൻസ് AC ഇൻപുട്ടിനെ നമ്മളിവിടെ AC ഇൻപുട്ടിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇവിടെ പ്രൈമറി പവർ സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ആ പ്രൈമറി പവർ സോഴ്സിൽ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻസ്, എന്തെങ്കിലും എററുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററിനെ ബാക്കപ്പ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഇന്റർചേഞ്ചിങ് ദി ബാറ്ററി ആൻഡ് ഇൻവെർട്ടർ ആസ് ബാക്കപ്പ് സോഴ്സ് ഇൻ കേസ് ഓഫ് പ്രൈമറി പവർ ഗെറ്റ്സ് ഡിസ്ട്രപ്റ്റഡ്. അപ്പൊ ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രം വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ലൈൻ ഇന്ററാക്റ്റീവ് UPS ആണ്. ലൈൻ ഇന്ററാക്റ്റീവ് UPSൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അതിനൊരു ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാവും. വോൾട്ടേജ് റെഗുലേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും വോൾട്ടേജ് ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ UPS ചേഞ്ച് ദി സ്വിച്ച് ടു ബാറ്ററി ആൻഡ് ഇൻവെർട്ടർ സിസ്റ്റം. ഓക്കെ, ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞതിൽ എന്തുണ്ടായിരുന്നു, ഒരു ബാറ്ററിയും ഒരു ഇൻവെർട്ടറും റെക്ടിഫയർ സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ വരുമ്പോൾ, അതായത് ലൈൻ ഇന്ററാക്റ്റീവ് UPSൽ വരുമ്പോൾ ഇവിടെ എന്താണ്, ഒരു ബൈ ഡയറക്ഷണൽ കൺവേർട്ടറും ഒരു ബാറ്ററിയാണുള്ളത്. ഒരു സ്റ്റാറ്റിക് ബൈപ്പാസ് ഉണ്ടാവും, ഒരു സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ടാവും. ഈ ടൈപ്പ് ഓഫ് UPS ആണ് നമ്മൾ മെയിൻലി ബിസിനസ്സിലും ഓഫീസസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു UPS നമ്മളൊരു ബൈപ്പാസ് പ്രൊവൈഡ് ഉണ്ടാവും. ഈ ബൈപ്പാസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ട്രാൻസ്ഫർ ദി ഈ ഒരു AC ഇൻപുട്ട്, നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഏതൊരു ഇൻപുട്ടിന് എന്തെങ്കിലും ഫെയിലിയറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൈപ്പാസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈപ്പാസ് ഇസ് പ്രൊവൈഡഡ് വിച്ച് ട്രാൻസ്ഫർ ലോഡ് ടു ബൈപ്പാസ് AC ഇൻപുട്ട് വെൻ ദി UPS ഫെയിൽസ് ടു ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ UPS ഫംഗ്ഷൻ ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇൻപുട്ടിന് നമ്മൾ എന്ത് ചെയ്യും, ലോഡിലേക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. അതാണ് ലൈൻ ഇന്ററാക്റ്റീവ് UPS. അടുത്ത് വരുന്നത് ഓൺലൈൻ UPS ആണ്. ഓൺലൈൻ UPS എന്ന് പറയുമ്പോൾ എന്താണ്, ഓഫ്ലൈൻ UPSന്റെ ഏകദേശം ഒരുപോലെ തന്നെയാണ് സർക്യൂട്ട് വരുന്നത്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിന് പറയുന്നത് ഓൺലൈൻ UPS പറയുന്ന പേരും ഡബിൾ കൺവേർഷൻ ഓൺലൈൻ UPS എന്നും പറയും. കാരണം ഇതിൽ രണ്ട് കൺവേർഷൻസ് വരുന്നുണ്ട്. സപ്ലൈ മെയിൻസ് ഉണ്ട്, മുന്നേ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റിക് ബൈപ്പാസ് ഉണ്ട്, പിന്നെ ഒരു ഇൻവെർട്ടറും ഒരു റെക്ടിഫയറും ഒരുമിച്ച് വരുന്നുണ്ട്, കൂടെ ഒരു ബാറ്ററി. ഓക്കെ, അപ്പോൾ AC മെയിൻസ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് DC ആക്കുന്നുണ്ട്, അതിന് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. പിന്നെ അതിനെ നമ്മൾ വീണ്ടും ഇൻവെർട്ടറിലൂടെ കടത്തി AC ആക്കിയിട്ടാണ് ലോഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, AC സോഴ്സ് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ബാറ്ററി എന്ത് കൊടുക്കും, ടൈം ലാഗ് ഒന്നും ഇല്ലാതെ ബാറ്ററി സപ്ലൈ കൊടുക്കും. അങ്ങനെ ഇത്രയാണ് ടൈപ്സ് ഓഫ് UPSകൾ വരുന്നത്. 3 ടൈപ്പ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് പാരലൽ ഇൻവെർട്ടർ. അപ്പൊ ഇൻവെർട്ടറിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പാരലൽ ഇൻവെർട്ടറും സീരീസ് ഇൻവെർട്ടറും അല്ലെ. അപ്പൊ അതിൽ പാരലൽ ഇൻവെർട്ടറിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഇതിൽ 2 തൈറിസ്റ്ററുകൾ ഉണ്ടാവും, T1 ആൻഡ് T2. 2 തൈറിസ്റ്റർ ഉണ്ട്, T1ഉം T2. ഒരു ഇൻഡക്ടർ ഉണ്ടാവും, ലോഡിന് സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, ആ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലായിരിക്കും ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് അക്രോസ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിക്ക് അക്രോസ് നമ്മൾ എന്തുണ്ടാവും, ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 2 തൈറിസ്റ്ററുകൾ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇൻഡക്ടർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സോഴ്സ് ടു ഇംപ്രൂവ് ദി ലോഡ് കറണ്ട്. അപ്പോൾ ലോഡ് കറണ്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡക്ടർ നമ്മൾ സോഴ്സിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കപ്പാസിറ്റർ ആണ് ഇവിടെ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്. ഓക്കെ, കപ്പാസിറ്റർ ഇസ് ദി കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ് കണക്റ്റഡ് പാരലൽ വിത്ത് ലോഡ്. ഓക്കെ, അപ്പൊ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ് ലോഡിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് പാരലൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിന്റെ ഡയഗ്രാം നോക്കാം. ഇതാണ് ഇതിന്റെ വേവ് ഫോം വരുന്നത്. 3 മോഡിലാണ് വർക്കിംഗ് പറയാം. മോഡ് 1 എന്ന് പറയുമ്പോൾ T1 ആയിരിക്കും ഓൺ ആയിരിക്കുക. ഓക്കെ, മോഡ് 1 എന്ന് പറയുമ്പോൾ ഈ T1 എന്നുള്ള തൈറിസ്റ്റർ ആണ് ഓൺ ആയിരിക്കുക. ഇപ്പൊ T1 എന്നുള്ള തൈറിസ്റ്റർ ഓൺ ആകുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് ഈ ഒരു പാത്തിലൂടെ വരും. ഇങ്ങനെ വന്ന് ഈ ഒരു പ്രൈമറിയിലെ ഈ ഒരു പോർഷനിലൂടെ കടന്ന് നേരെ വീണ്ടും സോഴ്സിന്റെ നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പോർഷനിൽ കിട്ടുന്ന വോൾട്ടേജ്, അതായത് ഈ VS എന്നുള്ള വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടും, ഈ ഒരു വൈൻഡിങ്ങിൽ, നമ്മളെ പ്രൈമറി വൈൻഡിങ്ങിന്റെ ഈ ഒരു ഹാഫ് പോർഷനിൽ നമുക്ക് VS എന്നുള്ള വോൾട്ടേജ് കിട്ടും. അതേ വോൾട്ടേജ് തന്നെ എവിടെയും അപ്പിയർ ചെയ്യും, ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ സെക്കൻഡറിയിലും സെയിം വോൾട്ടേജ് തന്നെ അപ്ലൈ ചെയ്യും. അതായത് ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെ ഈ ഒരു ഭാഗത്ത്, ഈ താഴെയുള്ള പോർഷനിലും ഈ ഒരു ഭാഗത്തും എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. അപ്പൊ ഇവിടെ VS ഉണ്ടാവും, അതുപോലെ വീണ്ടും ഒരു VS എവിടെ അപ്പിയർ ചെയ്യും, ഇവിടെ അപ്പിയർ ചെയ്യും. അപ്പൊ ടോട്ടൽ VS പ്ലസ് VS 2 VS എവിടെ ഉണ്ടാവും, കപ്പാസിറ്ററിലുണ്ടാവും. അപ്പൊ കപ്പാസിറ്റർ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഈ ഒരു പൊളാരിറ്റിയിൽ ഇവിടെ മുകളിൽ പ്ലസും താഴെ മൈനസും ആയിട്ട് ഈ ഒരു പൊളാരിറ്റിയിൽ എന്ത് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് 2 VS എന്നുള്ളൊരു ചാർജ് കപ്പാസിറ്ററിന് അക്രോസ് കിട്ടും. ഓക്കെ,
അപ്പൊ നമുക്ക് അതിന്റെ വേവ് ഫോം നോക്കാം. അപ്പൊ ഫസ്റ്റ് വേവ് ഫോമിൽ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് ആർക്കാണ്? T1-നാണ്. ഓക്കെ, T1 ആണ് ഫസ്റ്റിൽ ഓൺ ആവുന്നത്. T1 ഓൺ ആവുന്ന സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യാണ്? 2Vs എന്നുള്ള ചാർജാണ് കപ്പാസിറ്റർ അക്രോസ് ഉണ്ടാവുക. കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് 2Vs ആണ്. അത് ഇതുവരെ T1 വർക്ക് ചെയ്യുന്നത് വരെ. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്താണ്? T2-നാണ് നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത്. ഇവിടെ എന്തായി? T2-ന് ട്രിഗറിംഗ് പൾസ് കൊടുത്തു. ഓക്കെ, അപ്പൊ T2-ന് ട്രിഗറിംഗ് പൾസ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി? T1 കമ്മ്യൂട്ടേറ്റ് ചെയ്തു, T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ മോഡ് 1 നോക്കുക. T1 ഓൺ ആണ്. മോഡ് 1-ൽ T1 ഓൺ ആയിരുന്നു, T2 ഓഫ് ആയിരുന്നു. അപ്പൊ കറണ്ട് ഫ്ലോ ത്രൂ ദി അപ്പർ ഹാഫ് ഓഫ് ദി ട്രാൻസ്ഫോമർ. കറണ്ട് ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? അപ്പർ ഹാഫ് ഓഫ് ദി ട്രാൻസ്ഫോമറിലൂടെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. കറണ്ട് പ്രൊഡ്യൂസ് ദി സെയിം ഫ്ലക്സ് ഇൻ ദി ലോവർ ഹാഫ് ആൻഡ് ഹെൻസ് ദി വോൾട്ടേജ് അക്രോസ് ദി പ്രൈമറി വൈൻഡിങ് ഈസ് 2Vs. ഓക്കെ, അപ്പൊ അപ്പർ ഹാഫിലുള്ള അതേ വോൾട്ടേജ് തന്നെ എവിടെ അപ്പിയർ ചെയ്യും? ലോവർ ഹാഫിൽ അപ്പിയർ ചെയ്യും. അപ്പൊ ഈ പ്രൈമറി വൈൻഡിങ്ങിൽ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? 2Vs ആയിരിക്കും. അപ്പൊ ആ ഒരു വോൾട്ടേജ് തന്നെ എന്ത് കിട്ടുക? ആ വോൾട്ടേജ് ആണ് കപ്പാസിറ്ററിന് കിട്ടുക. അപ്പൊ വോൾട്ടേജ് ചാർജസ് ദി കപ്പാസിറ്റർ ടു 2Vs. കപ്പാസിറ്റർ 2Vs-ലേക്ക് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പം കപ്പാസിറ്ററിലെ ചാർജ് 2Vs ആണ്. അപ്പൊ ഈ ഒരു ട്രിഗറിംഗ് പൾസ് കിട്ടുന്നത് വരെ 2Vs ആയിരിക്കും. ഈ ഒരു ട്രിഗറിംഗ് പൾസിൽ എന്തായി? T1 ഓഫ് ആയി, T2-നെ നമ്മൾ ഓൺ ചെയ്തു. അതാണ് മോഡ് 2-ലേക്ക് വന്നു. ഓക്കെ, അപ്പൊ മോഡ് 2-ൽ എങ്ങനെയാണ് കറണ്ടിന്റെ പാത്ത് നോക്കാം. ഓക്കെ, അപ്പൊ മോഡ് 2 എന്ന് പറയുമ്പോൾ T1 ഓഫ് ആയി, T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ കറണ്ടിന്റെ പാത്ത് എങ്ങനെ വരും? ഇതിലൂടെ വന്ന് ഈ T2-ലൂടെ കയറി തിരിച്ച് ഇങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ലോവർ ഹാഫ്, ഈ പ്രൈമറിയുടെ ലോവർ ഹാഫിന് എന്ത് കിട്ടും? Vs എന്നുള്ള വോൾട്ടേജ് കിട്ടും. അതേ വോൾട്ടേജ് തന്നെ എവിടെ അപ്പിയർ ചെയ്യും? അപ്പർ ഹാഫിലും അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? വീണ്ടും പഴയ പോലെ തന്നെ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്ററിന് അക്രോസ് 2Vs എന്നുള്ള വോൾട്ടേജ് കിട്ടും. കപ്പാസിറ്റർ ചാർജ് ആവും. പക്ഷെ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഇവിടെ ഈ ഒരു പോസിറ്റീവ് പൊളാരിറ്റി വരുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു ഭാഗത്തേക്കാണ് അല്ലെ. അപ്പൊ കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി മുന്നത്തിൽ നിന്നും റിവേഴ്സ് ആവും. അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന പൊളാരിറ്റി എന്താവും? ഇത് മൈനസും ഇത് പ്ലസും ആയിരിക്കും. നമ്മൾ മുന്നേ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് ചാർജ് ആവുക. അപ്പൊ എന്താ ഉണ്ടാവുക? ഓപ്പോസിറ്റ് -2Vs. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ ആദ്യം 2Vs ആയിരുന്നു മോഡ് 1-ൽ. അവിടെ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് അത് പിന്നീട് എന്ത് ചെയ്തു? പതുക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നു. പിന്നെ എങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജ് ആകുന്നത്? നെഗറ്റീവിലാണ് ചാർജ് ആകുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവിൽ ചാർജ് ചെയ്ത് -2Vs-ലെത്തി. ഓക്കെ, -2Vs-ൽ ഇവിടെ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, തൈറിസ്റ്റർ 2. വീണ്ടും ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ വീണ്ടും എന്താണ്? നമ്മൾ T1-ന് ട്രിഗറിംഗ് പൾസ് കൊടുത്തു. ഓക്കെ, T1-ന് ട്രിഗറിംഗ് പൾസ് കൊടുക്കുമ്പോൾ വീണ്ടും മുന്നേ പറഞ്ഞ അതേപോലെ തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്തു? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും 2Vs-ലേക്ക് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ വീണ്ടും T1 കണ്ടക്ട് ചെയ്യും. ഈ കപ്പാസിറ്റർ പൊളാരിറ്റി വീണ്ടും മാറും. ഇതിനെ ക്രോസ് 2Vs അപ്പിയർ ചെയ്യും. ആ 2Vs-ലേക്ക് എന്ത് ചെയ്യും? കപ്പാസിറ്റർ വീണ്ടും പോസിറ്റീവ് 2Vs-ലേക്ക് ചാർജ് ആവും. ഓക്കെ, ഇനി അപ്പോൾ ഉള്ള ലോഡിന്റെ ക്രോസ് ഉള്ള വോൾട്ടേജ് വി ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഫസ്റ്റത്തെ കേസിൽ T1 കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പർ ഹാഫിൽ Vs എന്നുള്ള വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടുക? ലോഡിനെ ക്രോസും കിട്ടുക. ഓക്കെ, അപ്പൊ ആ വോൾട്ടേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, Vs എന്നുള്ള വോൾട്ടേജ്. ഓക്കെ, പിന്നെ കപ്പാസിറ്റർ റിവേഴ്സ്ഡ്, പിന്നെ നമ്മുടെ T2 കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഒക്കെ റിവേഴ്സ് ആയി അല്ലെ. പൊളാരിറ്റി ആദ്യത്തെ പൊളാരിറ്റിയിൽ നിന്നും റിവേഴ്സ് ആയി. അപ്പൊ നമുക്ക് ലോഡിനെ ക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് -Vs ആണ്. ഓക്കെ, അപ്പൊ ആ -Vs ആണ് പിന്നീട് കാണിച്ചിട്ടുള്ളത്. വീണ്ടും അടുത്തത് T1 വീണ്ടും കണ്ടക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്തായി? വീണ്ടും +Vs-ലേക്ക് തന്നെ പോകും. ഈ ഇതിലൂടെ കാണിക്കുന്നത് കപ്പാസിറ്ററിനെ ക്രോസ് ഉള്ള കറണ്ട് ആണ്. അപ്പൊ കപ്പാസിറ്ററിൽ മാക്സിമം ചാർജിൽ നിൽക്കുമ്പോൾ 2Vs-ൽ നിൽക്കുമ്പോൾ കപ്പാസിറ്ററിനെ ക്രോസ് ഉള്ള കറണ്ട് 0 ആയിരിക്കും. പിന്നെ കപ്പാസിറ്റർ ഡിക്രീസ്, ഇതിലെ ചാർജ് റിലീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് കപ്പാസിറ്റർ പതുക്കെ എനർജി റിലീസ് ചെയ്ത് വന്ന് 0-ലേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റിൽ എന്താണ്? പതുക്കെ കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ പതുക്കെ കറണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കറണ്ട് ഇൻക്രീസ് ചെയ്ത് വീണ്ടും -2Vs എന്നുള്ളൊരു ചാർജിൽ കപ്പാസിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വീണ്ടും എന്തായി? കപ്പാസിറ്ററിനെ കുറിച്ചുള്ള കറണ്ട് 0 ആയി. പിന്നെ വീണ്ടും ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അടുത്ത തൈറിസ്റ്റർ ഓൺ ആവുന്നു. കപ്പാസിറ്റർ വീണ്ടും കറണ്ടിനെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ചെയ്യുന്ന ആ ടൈമിൽ വീണ്ടും എന്താണ്? നമ്മുടെ കറണ്ട് വീണ്ടും അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? നമ്മുടെ പാരലൽ ഇൻവെർട്ടറിന്റെ
വർക്കിംഗ്, സർക്യൂട്ട് ഡയഗ്രാം, വേവ് ഫോമും വരുന്നത്. അപ്പൊ അതിന്റെ മോഡുകൾ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് മോഡിൽ T1 ഓൺ ആയിരുന്നു, T2 ഓഫ് ആയിരുന്നു. അപ്പൊ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരേപോലെ രണ്ട് അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും നമുക്ക് സെയിം വോൾട്ടേജ് അപ്പിയർ ചെയ്യും. ഇപ്പൊ കറണ്ട് സെയിം ഫ്ലക്സ് ആണ് ലോവർ ഹാഫിലും അപ്പർ ഹാഫിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കപ്പാസിറ്റർ അക്രോസ് നമുക്ക് 2 VS എന്നുള്ള വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി മോഡ് 2 നമ്മൾ എന്ത് T1 ഓഫ് ചെയ്ത് T2 ആണ് ഓൺ ആയിരിക്കുക. അപ്പൊ അപ്പോഴും എന്താണ്? കറണ്ട് ത്രൂ ലോവർ ഹാഫും അപ്പർ ഹാഫും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? വീണ്ടും 2 VS തന്നെ കിട്ടും. പക്ഷെ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. ഇനി മോഡ് 3 എന്ന് പറയുമ്പോൾ വീണ്ടും T1 ടൈം ബിറ്റ്വീൻ T1 ഈസ് ടേൺഡ് ഓഫ് ആൻഡ് T2 ഈസ് ഓൺ. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും T1 ടേൺ ഓഫ്, ഇത് T2 ഓൺ ആവുന്നതിന്റെ ഇടയിലുള്ള ടൈമാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് കേസിലും കപ്പാസിറ്റർ എന്താണ്? ചാർജർ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തത് സെയിം ഡയറക്ഷനിലാണ്. അത് മുന്നേ പറഞ്ഞ അതേ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടാവും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ T1 ആയിരുന്നു ഓൺ, മോഡ് 2 T2 ആയിരുന്നു ഓൺ ആയിരുന്നത്. വീണ്ടും മോഡ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ റിപ്പീറ്റേഷനിൽ തന്നെ വീണ്ടും വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാരലൽ ഇൻവെർട്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് സിയിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നത്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.